ഹലോ. അപ്പോൾ നമ്മൾ വീണ്ടും ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്തു നിന്ന് തുടർച്ചയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ ഫസ്റ്റ് ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും ഈ റഷ്യൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന ഒരു വിപ്ലവം ഡയറക്റ്റായിട്ട് അങ്ങനത്തെ ഒരു വിപ്ലവമില്ല, മറിച്ച് രണ്ട് വിപ്ലവങ്ങൾ, ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യം ഒന്ന് നോക്കാം. നമ്മൾ കണ്ട പോലെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നാണ് റഷ്യ എന്ന് പറയുന്നത്. അവിടെ ഭരണം നടത്തിയിരുന്ന സാർ ചക്രവർത്തിമാർ അല്ലെങ്കിൽ റോമനേവ് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ അവരെ ജനങ്ങൾക്ക് നേരെ കാണിച്ചിരുന്ന അതിക്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റഷ്യയിലൊരു വിപ്ലവം നയിക്കാനുള്ള കാരണം. ഇതിലേറ്റവും ആദ്യം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, ഇതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് റഷ്യയിലൊരു വിപ്ലവം നടന്നത് അല്ലെങ്കിൽ ഒരു കലാപം നടന്നതെന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു റഷ്യൻ റവല്യൂഷൻ, അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്നാമത്തേതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്, ഇതിനകത്ത് നമ്മൾ കാണുന്നു സാർ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ റഷ്യയിലെ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ജോലി ചെയ്തിരുന്ന വിഭാഗങ്ങളായ കർഷകരും തൊഴിലാളികളും വളരെ ദുരിതപൂർണമായ ട്രാജിക്കായ ഒരു ലൈഫാണ് നയിച്ചിരുന്നതെന്നാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത് റഷ്യ. നമ്മൾ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ കർഷകർക്ക് അവിടെ നിന്ന് ഉൽപ്പാദനത്തിന് വളരെ തുച്ഛമായിട്ടുള്ള ഉൽപ്പാദനം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. കാരണം രാജാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായവും അവർക്ക് ലഭിച്ചിരുന്നില്ല. മാത്രമല്ല വളരെയധികം പാട്ടത്തിന് കൃഷിയെടുത്ത് ചെയ്യുന്ന ഈ കർഷകരെ ഈ പറയുന്ന ടാക്സ് എന്ന പേരിൽ രാജാക്കന്മാർ വളരെ വലിയ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു. ഇതും റഷ്യയിൽ ഒരു കലാപം നടക്കാൻ കാരണമായി എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സർക്കംസ്റ്റാൻസിലേക്ക് നമ്മൾ കാണുന്ന പോലെ റഷ്യ വളരെ വലിയ രാജ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വിദേശ രാജ്യങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടെ നിന്ന് ഈ പ്രകൃതി വിഭവങ്ങൾ അവരെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് യാതൊരുവിധ ഉപകാരവും ഇതിൽ നിന്ന് കിട്ടിയിരുന്നില്ല. ഇതാണ് റഷ്യയിലൊരു കലാപം ഉണ്ടാകാനുള്ള മൂന്ന് കാരണങ്ങൾ. ആദ്യം നമ്മൾ ഇതാണ് പഠിക്കുന്നത്. പിന്നീട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റഷ്യയെ സ്വാധീനിച്ച അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ച എഴുത്തുകാരെ പോലെയാണ്. ആരൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കണ്ടു അമേരിക്കൻ റവല്യൂഷനും അതിനുശേഷം നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനുമൊക്കെ എഴുത്തുകാരെ കുറിച്ച് കണ്ടെങ്കിലും ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ച എഴുത്തുകാർ 6 പേരാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ ആളുടെ പേര് നമ്മൾ അതിനകത്ത് കാണുന്ന പോലെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആൻറ്റൺ ചെക്കോവ്, കാൾ മാർക്സ്, ഫെഡറിക് എംഗൽസ് എന്ന് പറയുന്ന 6 പേരാണ് ഇതിനെ സ്വാധീനിച്ച എഴുത്തുകാരെന്ന് പറയുന്നത്. ഒപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ കാണുന്നുണ്ട്. ഈ 6 എഴുത്തുകാരെ കൂടാണ്ട് മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജി കൂടെ റഷ്യയെ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ചുകൊണ്ടെന്ന് കാണുന്നു. ഈ മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജി അല്ലെങ്കിൽ ആശയത്തെ ആസ്ഥാനമാക്കി റഷ്യയിൽ ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ പാർട്ടി രൂപീകൃതമാവുകയാണ്. ആ പാർട്ടിയെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. പിന്നീട് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നു, 2 വിഭാഗങ്ങളായി മാറുന്നു. ബോൾഷെവിക്കൾ, മെൻഷെവിക്കൾ എന്ന് പറയുന്ന 2 വിഭാഗങ്ങളായി മാറുന്നു. ഈ കാലഘട്ടത്തിലാണ് റഷ്യയിലുണ്ടായ വലിയൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷ ഞായറാഴ്ച എന്ന് പറയുന്നത്. 1905 റഷ്യയെ സംബന്ധിച്ചോളം വളരെ ദുർബലരായിട്ടുള്ള ജപ്പാനുമായിട്ടൊരു യുദ്ധം നടക്കുന്നു. അതിൽ റഷ്യ ജപ്പാനോട് പരാജയപ്പെടേണ്ടി വരുന്നു. തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ 1905 ജനുവരി 9 ഭക്ഷണവും അതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ, 2 ആവശ്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൈറ്റ്സും എക്കണോമിക് റിഫോംസും ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് കർഷകർ റഷ്യയുടെ ആ കാലഘട്ടത്തിൽ തലസ്ഥാനമായിരുന്ന പെട്രോഗ്രാഡ് നഗരത്തിലേക്ക് ഒരു സമരം നടത്തുന്നു. ഈ സമരത്തിന് നേരെ ഈ പറയുന്ന പട്ടാളക്കാർ വെടിവെക്കുന്നു. 100 കണക്കിന് ആളുകൾ മരണപ്പെടുന്നു. ഇതിനെയാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്ന സംഭവമായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നത് റഷ്യയിൽ സാർ ചക്രവർത്തിമാർ ഈ പറയുന്ന വിപ്ലവകാരികളെ അല്ലെങ്കിൽ ആ സമരം നടത്തിയ ആളുകൾ അടിച്ചമർത്താനായിട്ടാണ് ഇത് ഉപയോഗിച്ചതെങ്കിലും ഈ പറയുന്ന റവല്യൂഷന് ശേഷം അല്ലെങ്കിൽ ബ്ലഡി സൺഡേക്ക് ശേഷം, രക്തരൂക്ഷ ഞായറാഴ്ചയ്ക്ക് ശേഷം റഷ്യയിൽ സാർ ചക്രവർത്തിമാർക്കെതിരെ വളരെ ശക്തമായ സമരമുണ്ടാകുന്നു. അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഡൂമ എന്ന
പേരിൽ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യനുകൾ കൂടെ വരുന്ന ഒരു ഭാഗമാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന പോലെ ഡൂമ എന്ന പേരിൽ ഒരു ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണ സഭ തുടങ്ങേണ്ട ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ റഷ്യയിലെ ബ്ലഡി സൺഡേയോടുകൂടി സാർ ചക്രവർത്തിമാർക്കെതിരെയുള്ള സമരം ശക്തമായി മാറുന്ന സമയത്താണ് രണ്ടാമതൊരു സംഭവം കൂടെ നടക്കുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് ഫെബ്രുവരി റവല്യൂഷൻ. ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഫെബ്രുവരി റവല്യൂഷൻ അല്ലെങ്കിൽ ഫെബ്രുവരി വിപ്ലവം എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ട പോലെ 1914 ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നു. അതിൻ്റെ പേര് ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധം എന്നാണെന്ന് നമ്മൾ കാണുന്നു. ഡൂമയുടെ സമ്മതമില്ലാണ്ട് ആ കാലഘട്ടത്തിലെ റഷ്യയുടെ ഭരണാധികാരിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തി റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നു. 100,000 ആളുകൾക്ക് അല്ലെങ്കിൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഭക്ഷണ ദൗർലഭ്യവും റഷ്യയിൽ ശക്തമാവുന്നത്. 1917 മാർച്ച് 8 ഇവിടെ മുതലാണ് ഫെബ്രുവരി റവല്യൂഷൻ തുടങ്ങുന്നത്. 1917 മാർച്ച് 8 ഒരു കൂട്ടം സ്ത്രീകൾ ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പെട്രോഗ്രാഡിലേക്ക് ഒരു സമരം നടത്തുന്നു. ഈ സമരത്തിലേക്ക് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും സംഘടനകൾ ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൈനികരും ഇവർ കൂടെ ചേർന്നു. ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് 1917 എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ മാർച്ചിൽ നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തിയുടെ കൊട്ടാരം അതിക്രമിക്കുകയും അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഇവിടെ എന്ത് ചെയ്യുന്നു, മെൻഷെവിക്കുള്ള നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗവൺമെൻറ് വരുന്നു. ഈ സംഭവത്തെയാണ് അല്ലെങ്കിൽ നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തി അധികാരത്തിൽ നിന്ന് പുറത്താക്കി മെൻഷെവിക്കുള്ള നേതാവായ അലക്സാണ്ടർ കെറൻസ്കി അധികാരം പിടിച്ചെടുത്ത സംഭവത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് അറിയാമോ, ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ രാജ്യാധികാരത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു ഗവൺമെൻറ് രൂപീകൃതമാവുന്നു. മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കി എന്ത് ചെയ്യുന്നു, അധികാരത്തിൽ വരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് അലക്സാണ്ടർ കെറൻസ്കി അധികാരത്തിൽ വന്നതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡിൽ ഒളിവിൽ കഴിയുന്ന ഈ മെൻഷെവിക്കുകളുടെ നേരെ ഓപ്പോസിറ്റ് പക്ഷമായ ബോൾഷെവിക്കുകളുടെ നേതാവായ ലെനിൻ റഷ്യയിലേക്ക് തിരിച്ചെത്തുകയും ഈ അലക്സാണ്ടർ കെറൻസ്കിയുടെ മുന്നിലേക്ക് 3 നിർദ്ദേശങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. ആ 3 നിർദ്ദേശങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒന്നാമത്തത്, റഷ്യയെ ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് ദുരിതത്തിലേക്ക് നയിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഭൂപ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി മുഴുവൻ പിടിച്ചെടുക്കണം, അത് കർഷകർക്ക് വിതരണം ചെയ്യണം. മൂന്നാമത് എന്ത് ചെയ്യണം, വിദേശികൾ നിയന്ത്രിക്കുന്ന റഷ്യയിലെ ഫാക്ടറികൾ എന്ത് ചെയ്യണം എന്നറിയാവോ, ഈ പറയുന്ന പോലെ ഗവൺമെൻറ് പിടിച്ചെടുക്കുകയും ഗവൺമെൻറ് ഉടമസ്ഥയിലാക്കുകയും ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഈ പറയുന്ന അലക്സാണ്ടർ കെറൻസ്കി അല്ലെങ്കിൽ മെൻഷെവിക്കുകൾ ഈ ബോൾഷെവിക്കുകളുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. തുടർന്ന് ബോൾഷെവിക്കുകൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1917 ഒക്ടോബറിൽ ഈ മെൻഷെവിക്കുകൾക്കെതിരെ അല്ലെങ്കിൽ അലക്സാണ്ടർ കെറൻസ്കിക്കെതിരെ ഒരു ആംഡ് റിബല്യൻ അല്ലെങ്കിൽ ഒരു സായുധ വിപ്ലവം, ഒരു കലാപം സംഘടിപ്പിക്കുകയാണ്. അലക്സാണ്ടർ കെറൻസ്കിക്ക് യുദ്ധത്തിൽ പിന്മാറേണ്ടി വരികയും അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് ഒളിച്ചോടി പോകേണ്ടി വരികയും ചെയ്യുന്നു. അങ്ങനെ 1917 ഒക്ടോബറിൽ മെൻഷെവിക്കുകളിൽ നിന്ന് അധികാരം ബോൾഷെവിക്കുകൾ എടുക്കുന്നു. ഈ സംഭവത്തെയാണ് ഒക്ടോബർ റവല്യൂഷൻ അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ കണ്ടു ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മെൻഷെവിക്കൽ നിക്കോളാസ് രണ്ടാമനിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നു. ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മെൻഷെവിക്കളിൽ നിന്ന് ബോൾഷെവിക്കൾ അധികാരം പിടിച്ചെടുക്കുന്നു. അങ്ങനെ അധികാരത്തിലെത്തുന്ന ലെനിൻ ഈ പറയുന്ന പോലെ റഷ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ അദ്ദേഹം പറഞ്ഞ 3 നിർദ്ദേശങ്ങളും എന്ത് ചെയ്ത് നടപ്പിലാക്കുന്നു. അതായത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു, റഷ്യയിലെ ഭൂപ്രഭുക്കന്മാരുടെ ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുന്നു, അതുപോലെ തന്നെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുകയും സമാന ചിന്താഗതിയുള്ള സോവിയറ്റ് ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന രാജ്യങ്ങളെ മുഴുവൻ ചേർത്തുകൊണ്ട് USSR എന്ന് പറയുന്ന യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് വിളിക്കുന്ന പിന്നീട് ലോകത്തിലെ ചരിത്രത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഒരു പുതിയ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. ആ റിസൾട്ടുകളിൽ നിന്ന് ഒരു 5 കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവം നമുക്ക് മനോഹരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയുമാണ് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ളത്. നമ്മൾ കണ്ട പോലെ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ടൊരു വിപ്ലവം റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നില്ല, മറിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഫെബ്രുവരി ഒക്ടോബർ റവല്യൂഷൻ ചേർന്ന ഒരു വിപ്ലവത്തെയാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ഇത്രയും പഠിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ റഷ്യൻ റവല്യൂഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.